പശ്ചിമബംഗാളിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്ക് നേർക്കുണ്ടായ ആക്രമണത്തിൽ പരസ്പരം പോരടിക്കുകയാണ് തൃണമൂലും ബി.ജെ.പിയും. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം നടന്നിട്ടും നടപടി സ്വീകരിക്കാൻ വൈകിയെന്ന് ബി.ജെ.പി ആരോപിച്ചു. അതേസമയം SIRൽ ജനം പ്രതികരിക്കുക സ്വാഭാവികമാണെന്നാണ് മമതാ ബാനർജിയുടെ പ്രതികരണം. ജനം നടത്തിയത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകാൻ കഴിയാതിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ദൗർബല്യമാണെന്നും മമതാ ബാനർജി തിരിച്ചടിച്ചു. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അതിരൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. എന്താണ് മമതാ ബാനർജി ഈ സംഭവത്തെ ന്യായീകരിച്ചത്? സ്മൃതി, മാൾഡ ജില്ലയിലെ മൊത്തിബാരയിലായിരുന്നു ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത്. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ 7 ഉദ്യോഗസ്ഥരിൽ 3 വനിതാ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അവർ സഞ്ചരിച്ച വാഹനം അടിച്ചു തകർക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനിടയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായത്. പിന്നാലെയാണ് മമതാ ബാനർജിയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. SIR അത് നടപ്പിലാക്കിയതിന് മൂലം പശ്ചിമബംഗാളിലെ ജനങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ രോഷാകുലരാണ്. അങ്ങേയറ്റം രോഷമാണ് പല ഭാഗങ്ങളിൽ നിന്നും പ്രകടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി ഉണ്ടായതായിരിക്കാം ഇത്തരത്തിലുള്ള സംഘർഷമെന്നും താനിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പുറത്താണുള്ളത്. കേന്ദ്ര സർക്കാരാണ് അധികാരത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്. ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ DGPയോ ഇതുവരെ ഒരു തരത്തിലുള്ള കോൾ അത് വിളിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ദൗർബല്യമാണ് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകാൻ കഴിയാതിരുന്നതെന്നും മമതാ ബാനർജി എന്തായാലും രൂക്ഷമായിട്ടുള്ള വിമർശനം കേന്ദ്ര സർക്കാരിന് നടത്തുന്നു. ഇതിനെതിരെ BJP ഇപ്പോൾ രംഗത്ത് വരികയാണ്. മമതാ ബാനർജി അത് കരുതിക്കൂട്ടിയാണ് ഇത്തരത്തിലേക്ക് ആളുകളെ അവിടെ പറഞ്ഞു വിട്ടത്. അത് നേരത്തെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണെന്നാണ് BJP വ്യക്തമാക്കുന്നത്. മമത ഇതിനകത്ത് കൃത്യമായ മറുപടി പറയണമെന്നാണ് BJP ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ BJPയുടെ പ്രചാരണത്തിനായി അവിടെ എത്തിയിട്ടുണ്ട്. അമിത്ഷായുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം മമതാ ബാനർജിക്കെതിരെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്നാണ് മമതാ ബാനർജി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.